സുവിശേഷാത്മക ജീവിതത്തിലൂടെ പാദങ്ങൾ മുറിയുക എന്നുള്ള വലിയൊരു ക്ഷണം കർത്താവ് നമുക്ക് നൽകുകയാണ്. റോമ 10:15 നമ്മൾ വായിക്കും, സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരം. ആ സുന്ദരമായ പാദങ്ങളെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയ യാത്രകളിലൂടെ അദ്ദേഹം അനുഭവിച്ച ആ മുറിവുകളും ആ മുറിവുകളുടെ ആഴവുമാണ് പാദങ്ങളുടെ സൗന്ദര്യത്തെ ആഴപ്പെടുത്തുന്നത്. പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക സുവിശേഷം പ്രസംഗിക്കുന്ന അധരങ്ങളിലൂടെയാണ്. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പാദങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിതം മൊത്തത്തെയാണ്, ജീവിതത്തെ തന്നെയാണ് പാദം എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ എടുക്കുന്ന ഓരോ കഷ്ടതയും ബുദ്ധിമുട്ടുകളും നമ്മുടെ പാദങ്ങളെ മുറിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് പൗലോസ്ലീഹ നമ്മെ കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് യാത്രകൾ നടത്തി സുവിശേഷ പ്രഘോഷണം നടത്തിയ പൗലോസ് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. കൂടാരപ്പണിയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ വിണ്ടുകീറിയും അതുപോലെ നീര് വെച്ചും വീഴ്ത്തപ്പോൾ ഒരു പാവപ്പെട്ട ഒരു അടിമ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ ശുശ്രൂഷിക്കുന്ന രംഗം നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. ആ കാരാഗ്രഹവാസിയായ അടിമ ഇദ്ദേഹത്തിൻ്റെ പാദങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ നിന്ന ഭടൻ, കാവൽ ഭടൻ അതിനെ തിരുത്തുന്നു. നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഉടനെ ആ അടിമ പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്, ഞാൻ ശുശ്രൂഷിക്കുന്നത് കർത്താവിൻ്റെ പാദങ്ങളെയാണ്. പ്രിയ നിറഞ്ഞവരെ, ഈശോയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന ഏതൊരു മുറിവുകളും, ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വന്തമാക്കുന്ന ഏതൊരു സഹനങ്ങളും അത് ക്രിസ്തുവിൻ്റെ ഒരു സുവിശേഷാത്മക ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്താൻ നമ്മെ സഹായിക്കുന്നതാണ്. പ്രത്യേകമായി നമുക്ക് ക്രിസ്തുവിൻ്റെ ഈ ആഹ്വാനത്തെ സ്വീകരിക്കാം. പാദങ്ങൾ മുറിയുന്നതിലൂടെ ഒരു സുവിശേഷാത്മക ജീവിതത്തിലേക്ക് ആനയിക്കുവാൻ നടക്കുവാനായിട്ട് സുവിശേഷത്തിലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരു പാപിനിയായ സ്ത്രീയുടെ ജീവിത മാതൃക നമുക്ക് നൽകുന്നുണ്ട്. പാദങ്ങൾ മുറിയുന്നതിൻ്റെ 6 ഭാഷകൾ അവൾ നമുക്ക് പറഞ്ഞു തരുന്നു. പാദങ്ങൾ മുറിയുന്നതിലൂടെ സുവിശേഷാത്മക ജീവിതം നയിക്കുവാനുള്ള 6 മാർഗങ്ങൾ ഈ പാപിനിയായ സ്ത്രീ നമ്മോട് പങ്കുവെക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്ന സുവിശേഷത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന ഏതൊരു സഹനങ്ങളും വേദനകളും മുറിവുകളും ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സുവിശേഷാത്മകമാക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളേണ്ട സന്ദർഭങ്ങളിൽ, ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, മുറിവുകൾ അവയെ സ്വീകരിച്ചുകൊണ്ട് ഒരു സുവിശേഷാത്മക ജീവിതം നയിക്കുവാനായിട്ട്, അതുവഴി പാദങ്ങൾ സുന്ദരമായ, ജീവിതം സുന്ദരമായ ഒരു ക്രൈസ്തവ വ്യക്തിത്വത്തിനുടമകളായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. നിന്നെ വഹിക്കുന്ന കഴുതയാകാം, മണ്ണിൽ കൊളുത്തിയ ദീപമാകാം. നിന്നെ വഹിക്കുന്ന കഴുതയാകാം, മണ്ണിൽ കൊളുത്തിയ ദീപമാകാം. നിന്ന പരിഹാസം ഏറ്റുവാങ്ങിപ്പോലും നിൻ ദിവ്യവചനത്തിൻ സാക്ഷിയാകാം. നിന്നെ പാരിനു നൽകുവാനായി ഇനി ഭാരങ്ങളെന്തും ചുമക്കാം. നിന്നെ പാരിനു നൽകുവാനായി ഇനി എന്തു വേണേലും സഹിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങേ പാരിന് നൽകുവാനായിട്ട് എന്തു വേണമെങ്കിലും ഞങ്ങളെ സഹിക്കാം. ഈശോയെ, ആ മുറിവുകളിലൂടെ അങ്ങയുടെ സുവിശേഷാത്മക ജീവിതത്തിലേക്ക് ഞങ്ങളെയും എടുത്തുയർത്തണമേ. ജീസസ്, പ്രൈസ് ജീസസ്, ലവ് ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ലോകത്തിൻ മുൻപിൽ ഞാനൊന്നുമല്ലാത്തൊരു എളിയവളാകുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസിയാം ഞാനൊട്ടും ചെറുതായി പോകരുതേ. ലോകത്തിൻ മുന്നിൽ ഞാനൊന്നുമല്ലാത്തൊരു എളിയവനാകുകിലും ദൈവമേ, നിൻ മുൻപിൽ ദാസനാം ഞാനൊട്ടും ചെറുതായി പോകരുതേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ.